ചില ആളുകൾക്ക് ഈ പ്രവാസി ക്ഷേമനിധി പെൻഷനിൽ അംഗത്വം എടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ഇത്തരത്തിലാണ് വരുന്നത്. നമ്മൾ മൊബൈൽ നമ്പർ അടിച്ച് OTP ഇട്ട് പാസ്വേഡും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ നമ്മളുടെ പേരും കൂടി കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് എപ്പോഴെങ്കിലും നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സെയിം നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്റ്റേർഡ് എന്ന് കാണിക്കുന്നത്. ഒരുപാട് വർഷം മുന്നേയൊക്കെ ചിലപ്പോൾ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാതെ അത് ശ്രദ്ധിക്കാതൊക്കെ ഇരുന്നുണ്ടാവും. പിന്നെ നിങ്ങളുടെ കാർഡ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളത് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അത്തരം സാഹചര്യത്തിൽ അപ്പോൾ നിങ്ങൾ ചേർന്നതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നീട് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മളത് വെബ്സൈറ്റ് വഴി ചെയ്യാൻ നോക്കുമ്പോൾ സെയിം നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി രജിസ്റ്റേർഡ് പറഞ്ഞിട്ട് വരും. അങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പിക്കാം നിങ്ങളുടെ പേരിൽ ഒരു ഐഡിയോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടോ ഈ ഒരു പ്രവാസി വെൽഫെയർ പെൻഷനിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, info@pravasikerala.org എന്നുള്ള മെയിൽ അയച്ചിട്ട് നമുക്ക് ഈ ഒരു ഇഷ്യൂ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സമയത്ത് വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. മൊബൈലിലാണെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് മൊബൈൽ വഴി ഫോട്ടോ എടുത്തിട്ട് അതും കൂടി അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതും കൂടി അത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതിയിട്ട് മെയിൽ അയക്കുക. പുതിയതായി രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മെമ്പർഷിപ്പ് നമ്പർ ഉണ്ടെങ്കിൽ അത് എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവരതിന് റീപ്ലൈ ചെയ്യും. അവർ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ മെമ്പർഷിപ്പ് നമ്പർ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് എന്നുണ്ടെങ്കിൽ അവരത് എടുത്തു തരും. അതുപോലെ ഇനി ചില ആളുകൾ എന്ത് ചെയ്യും, ഈ പേരിൻ്റെ ഫുൾ നെയിം കൊടുക്കാതെ ചില ആളുകളുടെ പാസ്പോർട്ടിൽ ചിലപ്പം ഫസ്റ്റ് നെയിമായിട്ട് ഇവരുടെ പേരും സെക്കൻഡ് നെയിമായിട്ട് ഇനീഷ്യലിന് പകരം ഫുൾ നെയിം ആയിരിക്കും വരിക. പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യും, ഈ ഒരു ഫസ്റ്റ് നെയിം മാത്രമായിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്താലും രജിസ്റ്റർ ആവും. ഫസ്റ്റ് നെയിം മാത്രം കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഓൾറെഡി കാർഡ് ഇഷ്യൂ ആയി കിടക്കുന്നുണ്ടാവും. എന്നിട്ട് ഇത് തിരിഞ്ഞ് നോക്കാതെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഒരു ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഫസ്റ്റ് ഒരു പ്രോസസ്സ് ഉണ്ട്, യൂസർ നെയിം പാസ്വേഡ് OTP ഇട്ടിട്ട് യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മെയിൻ പേജിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാസ്പോർട്ട് നമ്പർ അതുപോലെ തന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് മെമ്പർഷിപ്പ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. നമുക്കിത് സേവ് ചെയ്യാനായിട്ട് കഴിയില്ല. നേരത്തെ ഒരു ഇഷ്യൂ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ OTP ഇട്ടിട്ട് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ സെയിം നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അങ്ങനെ ഒരു കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് വേറൊരു രീതിയിലാണ് ഇത് വരുന്നത്. നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മളുടെ ഈ ഒരു പാസ്പോർട്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ID നമ്പർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരികയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം മുൻപ് എപ്പോഴോ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ വരികയാണെങ്കിലും ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്, info@pravasikerala.org എന്ന ഇമെയിൽ IDയിലേക്ക് മെയിൽ അയക്കുക. ആ വരുന്ന ഒരു ID നമ്പർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ സെയിം നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിലും ഈ രണ്ട് കേസാണെങ്കിലും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ ഫോട്ടോയോ നിങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് അത് അറ്റാച്ച് ചെയ്യുക. ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് ചിലപ്പം പഴയ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതും പുതിയ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് കോപ്പി രണ്ടും കൂടി ഒരുമിച്ചിട്ടോ അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടൊക്കെ അതും കൂടി മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ട് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മെമ്പർഷിപ്പ് നമ്പർ ഓൾറെഡി രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് നമ്പർ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെയിലിലേക്ക് ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്പർഷിപ്പ് നമ്പർ അവർ സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് സിസ്റ്റത്തിൽ സെർച്ച് ചെയ്തിട്ട് നമുക്കത് എടുത്തു തരും. അങ്ങനെ അവരത് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് മെയിൽ അയക്കുന്നത് എന്തായിരിക്കും, നിങ്ങളുടെ മെമ്പർഷിപ്പ് ഇതാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ വേറൊരു പ്രശ്നം കൂടി കിടക്കുന്നുണ്ട്. നമുക്ക് മെമ്പർഷിപ്പ് നമ്പർ കിട്ടി, പക്ഷേ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറോ ഇമെയിൽ ID ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ ഒരു മെയിൽ കൂടി അയക്കണം. ഈ ഒരു മെമ്പർഷിപ്പ് നമ്പർ വെച്ചുകൊണ്ട് എൻ്റെ മെമ്പർഷിപ്പ് നമ്പർ ഇതാണ്, ഈ മെമ്പർഷിപ്പ് നമ്പറിൽ എനിക്ക് ഏത് മൊബൈൽ നമ്പറാണോ രജിസ്റ്റർ ചെയ്തത് എന്നറിയില്ല, അതുകൊണ്ട് എൻ്റെ പുതിയ നമ്പറിലേക്ക് ഇത് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു റിക്വസ്റ്റ് കൂടി കൊടുക്കുക. അപ്പോൾ അവർ ആ ഒരു നമ്പറിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും മെയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ കയറി ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത മൊബൈൽ നമ്പർ
അടിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് OTP വരും. OTP അടിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. അതിൽ നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ലോഗിൻ കൊടുത്തിട്ട് നമ്മൾ ആ മൊബൈൽ നമ്പറും നമ്മൾ റീസെറ്റ് ചെയ്ത പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് നമുക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്ത കാർഡിൽ നമ്മൾ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത നമ്പറായിരിക്കും വരിക. അപ്പോൾ നമുക്ക് അവിടുന്ന് മെയിൽ ID അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ 2020 മുന്നേയൊക്കെ അംഗത്വം എടുത്ത ആളുകളാണെങ്കിൽ ആധാറൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. 2023 ശേഷമാണ് തോന്നുന്നത് ആധാർ നിർബന്ധമാക്കിയത്. അപ്പോൾ ആ ഒരു സമയത്തിന് മുന്നേ ചെയ്ത ആൾക്കാർക്കൊന്നും ആധാറൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പെൻഷൻ അപേക്ഷിക്കുന്നതിന് മുന്നായിട്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇമെയിൽ ID, ആധാർ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേഷൻ വരുത്താനുണ്ടെങ്കിൽ ഈ ഒരു യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്ത ആളുകൾക്ക് കൂടി ഇതൊരു ഉപകാരമാവട്ടെ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.